ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലമാണ് സാൽമിയിലുള്ള മറീന ബീച്ച്. ഈ സാൽമിയിലുള്ള മറീന ബീച്ച് കുവൈറ്റ് സിറ്റിയിൽ നിന്നും 15 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. കാലത്ത് എണീറ്റപ്പോൾ എവിടെയെങ്കിലും പോകണമല്ലോ നടക്കാനായിട്ട് പറഞ്ഞാൽ ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ മറീന ബീച്ച് പോവാം. അപ്പോൾ നമ്മളുടെ 1-2 സുഹൃത്തുക്കളോട് ചോദിച്ചു. അവർ ഓക്കെ എന്ന് പറഞ്ഞു. സഡനായിട്ടിട്ട പ്ലാന്. പക്ഷേ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങേണ്ടതായിരുന്നു, 5-5:30 ആകുമ്പോൾ ഇറങ്ങേണ്ടതായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഡിലേ കാരണം സംഭവം യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 6 മണിക്കായിരുന്നു. ഈ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പോയിൻ്റ് റോഡ് ഉണ്ടായിരുന്നു, പിക്കപ്പ് പോയിൻ്റ്. അത് അബ്ബാസിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അബ്ബാസിയിൽ പോയി ഫ്രണ്ട്സിനെ പിക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് സാൽമിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഏകദേശം സാൽമി എത്തുന്ന സമയം ഒരു 7 മണി 7:30. അപ്പോഴേക്കും ചൂട് സ്റ്റാർട്ട് ചെയ്തു. ചൂടാവുന്നതിന് മുമ്പ് പോയിട്ട് വരാമെന്നാണ് പ്ലാൻ ചെയ്ത്. പക്ഷേ ചൂട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല. പറ്റുന്നത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വിട്ടു. അങ്ങനെ ഞങ്ങൾ സാൽമിയ മറീന ബീച്ച് എത്തിയിരിക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സാൽമിയ മറീന ബീച്ച്. ഇപ്പോൾ കാണുന്ന ഏരിയ വന്നിട്ട് വാക്കിംഗ് ഏരിയയാണ്. ഞങ്ങൾ കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ ബീച്ച് ഏരിയയിലെത്തും. അപ്പോൾ അവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വരും. ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ മറീന ബീച്ചിലെ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. അവിടെ നിന്നുള്ള വ്യൂ ആണത്. എങ്ങനെയുണ്ട്? ദൂരെ കാണുന്നതാണ് കുവൈറ്റ് ടവർ. നമ്മളിപ്പോൾ സാൽമിയ ബീച്ചിലെ കാലത്ത് ഒരു 7:30 ആയി ഇവിടെ എത്തുമ്പോൾ. കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തു, അൺഫോർച്ചുനേറ്റ്ലി ലേറ്റായിപ്പോയി. പിന്നെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഒരു 6-7 മണിയാകുമ്പോൾ ഇവിടെ എത്തണമെന്നാണ്. പക്ഷെ വീണ്ടും ലേറ്റായി. 6:30 എന്നുള്ളത് പോയി 7:30 ആയി. അപ്പോഴേക്കും ഇവിടെ ക്ലൈമറ്റ് മാറി, ചൂടായി. 9 മണി 9:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബീച്ച് സൈഡ്. ഇത് കുളിക്കാനും ബോളൊക്കെ കൊണ്ടുവന്നിട്ട് കളിക്കാനുമായിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ ഇവിടെ സാൽമിയ ബീച്ചിൽ ഫിഷിങ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി നടക്കത്തില്ല. ബട്ട് ഫാമിലി ആയിട്ട് വരാനും എൻജോയ് ചെയ്യാൻ, സൈക്ലിംഗ് ചെയ്യാൻ ഒക്കെ പറ്റിയൊരു പ്ലേസാണത്. പിന്നെ സാൽമിയ ബീച്ചിൻ്റെ ഒരു എൻഡിൽ ഒരു ഹോട്ടലുണ്ട്, ഒരു ബബിൾ പറഞ്ഞിട്ട്. പിന്നെ ഈ സൈഡ് ബീച്ചിൽ നിന്ന് നേരെ പിന്നെ ഇത് വാക്കിംഗ് ഏരിയ ആണ്. ഇതിലൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ ആ എൻഡ് വരെ ഉണ്ട് നമുക്ക് വാക്കിംഗ് ഏരിയ. സൈക്ലിങ്ങും ചെയ്യാം. ഈവനിങ് ടൈമിൽ ഇവിടെ ഫുൾ റഷായിരിക്കും. ഇവിടെ ഫാമിലി ആയിട്ടും അപ്പോൾ റിലാക്സ് ചെയ്യാനായിട്ടും ഒക്കെ ആൾക്കാർ വരുന്നൊരു സ്പേസാണ്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് ഈ സാൽമിയ. ഈ കാണുന്ന സ്പേസൊക്കെ പാർക്കിംഗ് ഏരിയ. അങ്ങനെ അവിടെ നിന്ന് ആ വ്യൂ പോയിൻറ്റിൽ നിന്നും നമ്മൾ നേരെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നടന്നിട്ട് മാക്സിമം ദൂരം പോകാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാം, എന്നിട്ട് തിരിച്ച് വരാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നടന്ന് നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് എത്തി. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കുറച്ചുകൂടെ ദൂരം മുന്നിലേക്ക് പോകാൻ വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും ചൂടായി. പിന്നെ ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, തിരിച്ച് വണ്ടിയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഇവിടെ ഞങ്ങൾ തിരിക്കുമ്പോൾ തന്നെ ടെമ്പറേച്ചർ ഒരു 33 ഡിഗ്രി കാണിക്കണത് ഫോണിൽ. അങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു വണ്ടി കണ്ണിലുടക്കി. ഏത് വണ്ടിയാണ് പറഞ്ഞ് നോക്കിയപ്പോൾ ഇതാണ് സംഭവം, ഹയബൂസ ആയിരുന്നു. അവിടെ പോയിട്ട് അവരോട് സംസാരിച്ചാലോ വിചാരിച്ചു. പിന്നെ ഒരു മടി, വേണ്ട. പിന്നെ അവിടെ നടന്നിട്ട് നേരെ വണ്ടിയിലേക്ക് വന്ന് പിന്നെ എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഫുഡ് കഴിക്കണം പറഞ്ഞു. നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു ഉടുപ്പി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ശരി പറഞ്ഞ് ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് റൂമിലേക്ക്. അപ്പോൾ ഇതാണ് ഈ വീക്കിലത്തെ ട്രാവൽ. ഇനി ഇടയിൽ ഇറങ്ങുന്ന സമയത്ത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.